എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന ക്ഷേമ പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തേത് അതൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഫോൺ കോൾ സഹിതം ഉദ്യോഗം നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ്. 2 മാസത്തെ പെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ച്, അതായത് ക്ഷേമ പെൻഷൻ 2 മാസത്തേത് ഉണ്ടോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബുധനാഴ്ചയാണ് വിതരണം ചെയ്യുക. 2000 രൂപ ഒരു മാസത്തേത് മാത്രമാണുള്ളത്. 2 മാസത്തെ പെൻഷൻ വിതരണം ഉണ്ട് എന്ന് പറഞ്ഞത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കാണ്. ഇവർക്ക് 17 മാസത്തെ കുടിശ്ശികയാണുള്ളത്. അപ്പോൾ 2 മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. 1600 തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുന്നത്. അതിൽ 2 മാസത്തെ പെൻഷനാണ്. 17 മാസത്തെ കുടിശ്ശിക, അതായത് ഓരോ ഗുണഭോക്താവിനും 1600 വെച്ചാണെങ്കിൽ 27000 രൂപ അവർക്ക് ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ ഓരോ മാസവും 1600 ഇങ്ങനെ കിട്ടുകയായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന്. പക്ഷേ ഇതുവരെ കുടിശ്ശിക കൊടുത്തിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഒരു കുടിശ്ശിക അധികമായിട്ട് ഇവർക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാണ് 2 മാസത്തെ പെൻഷൻ ലഭിക്കും എന്ന് പറഞ്ഞത്. നാളെ ഇതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കും. പക്ഷേ ക്ഷേമ പെൻഷൻ പോലെ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് പെട്ടെന്ന് എത്തില്ല. ജില്ലാ തലങ്ങളിലേക്ക് അയച്ച് അവിടെ നിന്നാണ് ഗുണഭോക്താക്കൾക്ക് അയക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു താമസം ഉണ്ടാകും. ചിലപ്പോൾ നാളെ തന്നെ ഈ അക്കൗണ്ടിലേക്ക് ഒരു തുക എത്തിച്ചേർന്നേക്കാം, നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട്. ഇല്ല എങ്കിൽ മറ്റന്നാളും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തേത് ലഭിക്കുന്നതാണ്. അതേപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. 24.46 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക. 25-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തും. 2 ദിവസത്തിനകം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തരത്തിലാണ് പെൻഷൻ വിതരണം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. 1050 കോടി രൂപയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ വിതരണമാണ് ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, വിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുനർവാഹിതയല്ല അല്ലെങ്കിൽ വാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം മാർച്ച് 31 വരെയുണ്ട്. അതിനുള്ളിൽ അത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യമാണ്. ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ അതിനുവേണ്ടി അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരാണ് എങ്കിൽ BPL റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് 24-ാം തീയതി വരെ അപേക്ഷിക്കാം. BPL ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും 1000 രൂപ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാവുന്നതാണ് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. അടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം 10 കഴിഞ്ഞ് വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മാർച്ച് 10-നും 20-നും ഇടയിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ.